പ്രിയമുള്ള കുഞ്ഞുങ്ങളെ, നമ്മൾ ഇന്ന് OSSE അയച്ചു തന്ന ഒരു അർദ്ധവാർഷിക പരീക്ഷയുടെ മാതൃകാ ചോദ്യപേപ്പറാണ് സോൾവ് ചെയ്യുന്നത്. എന്നാൽ ഇന്നലെ ഞാൻ ഒരു പാറ്റേൺ, എക്സാമിൻ്റെ ഒരു പാറ്റേൺ പോസ്റ്റ് ചെയ്തിരുന്നു. അതുമായിട്ട് ചെറിയ വ്യത്യാസങ്ങൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിനുണ്ട്. അപ്പോൾ ഇത് ആദ്യം അയച്ചു തന്ന് പിന്നീടായിരിക്കാം പാറ്റേൺ അവർ റെഡിയാക്കി നമുക്ക് അയച്ചു തന്നിട്ടുണ്ടാവുക. എന്താണെങ്കിലും അതുമായിട്ട് ചെറിയൊരു വ്യത്യാസമുണ്ട്. ആ പാറ്റേണിൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടി ഞാൻ ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു, സമയമുണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കാം. ബ്രാക്കറ്റിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാനുള്ള 10 ചോദ്യങ്ങളാണ് ഇതിലുള്ളത്. ഇന്നലെ ഇട്ട പാറ്റേണിൽ 8 ചോദ്യങ്ങളാണ്, അത് കാര്യമാക്കേണ്ട. ആ പാറ്റേണിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പർ കൂടെ നമുക്ക് പിന്നീട് ചെയ്യാം. അപ്പോൾ ഇത് നോക്കാം. ബ്രാക്കറ്റിൽ നിന്നും ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക. ഒന്നാമത്തെ ചോദ്യം, യെരൂശലേമിൽ ദേവാലയം പണിത രാജാവ് ആര്? ശലോമോനാണ് അതിൻ്റെ ഉത്തരം. ഓപ്ഷൻസ് നിങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ. പോസ് ചെയ്ത് ഉത്തരം പറഞ്ഞതിന് ശേഷം പ്ലേ ചെയ്ത് കേൾക്കുക. രണ്ടാമത്തെ ചോദ്യം, പ്രവാചകനും പുരോഹിതനും ന്യായാധിപനുമായിരുന്ന വ്യക്തി ആര്? ശമൂവേലാണ് അതിൻ്റെ ഉത്തരം. 3, അക്കാനോനിക പെരുന്നാളിൻ്റെ ഉദാഹരണം. പുരീം പെരുന്നാളാണ് അക്കാനോനിക പെരുന്നാളുകൾ. നമുക്കറിയാം, കാനോനിക പെരുന്നാളുകൾ പെസഹ, പെന്തിക്കോസ്തി കൂടാര പെരുന്നാളാണ്. പെന്തിക്കോസ്തി പെരുന്നാളിന് മറ്റൊരു പേരാണ് വാരപ്പെരുന്നാൾ. അപ്പോൾ മറ്റു പേരുകൾ കൂടി ഓർത്തിരിക്കണം എന്നതിനൊരു ഉദാഹരണമാണ് ഈ ചോദ്യം. 4ാമത്തെ ക്വസ്റ്റ്യൻ, വേദപുസ്തകത്തിൻ്റെ യവന പരിഭാഷ ഏത്? സപ്തതിയാണ് ഉത്തരം. 5ാമത്തെ ചോദ്യം, ദീർഘദർശിമാരിൽ തലവൻ എന്ന് പറയപ്പെടുന്ന വ്യക്തി ആര്? മോശയാണ് ദീർഘദർശിമാരിൽ തലവൻ എന്ന് വിളിക്കുന്നത്. ഇനി 6ാമത്തെ ചോദ്യം, ലവുദിക്യ സഭയ്ക്ക് പൗലോസ്ലീഹ ഒരു കത്തെഴുതിയിരുന്നു എന്ന് സൂചന ലഭിക്കുന്ന പുസ്തകം ഏത്? 1 കൊരിന്ത്യരിലാണ് ലവുദിക്യ സഭയ്ക്ക് പൗലോസ്ലീഹ ഒരു കത്തെഴുതിയിരുന്നു എന്ന സൂചന ലഭിക്കുന്നത്. അടുത്തത് 7ാമത്തെ ചോദ്യം, പൗലോസ്ലീഹ അവസാനം എഴുതിയ കത്ത് ഏത്? അദ്ദേഹം അവസാനം എഴുതിയത് തീമോത്തിയോസിനുള്ള 2ാമത്തെ കത്താണ്. 2 തീമോത്തിയോസാണ് അതിൻ്റെ ഉത്തരം. 8ാമത്തെ ചോദ്യം, നാവിനെ നിയന്ത്രിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ശക്തമായി പറയുന്ന ലേഖനം ഏത്? യാക്കോബിൻ്റെ ലേഖനമാണ് നാവിനെ നിയന്ത്രിക്കുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ശക്തമായി പറയുന്ന ലേഖനം. ഇനി 9ാമത്തെ ചോദ്യം, പുതിയ നിയമത്തിലെ പ്രവചന ഗ്രന്ഥം ഏത്? പുതിയ നിയമത്തിലെ പ്രവചന ഗ്രന്ഥം വെളിപാട് പുസ്തകമാണ്. 10ാമത്തെ ചോദ്യം, ക്രിസ്തീയ സഭ ആരംഭം മുതൽ ഉപയോഗിച്ചിരുന്ന ഗ്രീക്ക് ബൈബിളിൽ എത്ര പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു? 46 പുസ്തകങ്ങളാണ് ഗ്രീക്ക് പുസ്തകത്തിൽ ഉണ്ടായിരുന്നത്, ഗ്രീക്ക് ബൈബിളിൽ ഉണ്ടായിരുന്നത്. ഇനി വാക്യം പൂരിപ്പിക്കാനുള്ള 2 ചോദ്യങ്ങളാണ് അടുത്തത്. 11ാമത്തെ ചോദ്യം, അവർ യാക്കോബിന് നിന്റെ വിധികളും ഇസ്രായേലിന് നിന്റെ ഡാഷ് ഉപദേശിക്കും. എന്താണ് അവിടെ വരിക? അവർ യാക്കോബിന് നിന്റെ വിധികളും ഇസ്രായേലിന് ന്യായപ്രമാണവും ഉപദേശിക്കുമെന്നാണ്. ന്യായപ്രമാണവും എന്നതാണ് അതിൻ്റെ ഉത്തരം. 12ാമത്തെ ചോദ്യം, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും ഡാഷ്, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലും ലജ്ജിക്കരുത് എന്നതാണ് അവിടെ ഫില്ല് ചെയ്യേണ്ട ഭാഗം. ഇനിയും ഒരു വാക്കിലോ വാചകത്തിലോ ഉത്തരം എഴുതാനുള്ള ചോദ്യമാണ്. 13ാമത്തെ ചോദ്യം, സ്ലീബ നമസ്കാരം ആരംഭിക്കുന്നത് എന്നു മുതൽ? സ്ലീബ പെരുന്നാൾ ദിവസമായ സെപ്റ്റംബർ 14-ാം തീയതി മുതലാണ് സ്ലീബ നമസ്കാരം ആരംഭിക്കുന്നത്. 14ാമത്തെ ചോദ്യം, കുക്കിലിയോനിലെ ഘടകങ്ങൾ ഏവ? സങ്കീർത്തന ഭാഗം, എഗ്ബോ, കോലോ, ബോവോസോ എന്നിവയാണ് ഒരു കുക്കിലിയോന്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത്. 15ാമത്തെ ചോദ്യം, വിശുദ്ധ അന്തോണിയോസിന്റെ ആദർശവാക്യം എന്തായിരുന്നു? ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം 24-ാം വാക്യമായിരുന്നു അദ്ദേഹത്തിന്റെ, വിശുദ്ധ അന്തോണിയോസിന്റെ ആദർശവാക്യം എന്ന് പറയുന്നത്. 16ാമത്തെ ചോദ്യം, പരിശുദ്ധനായ പരിമല തിരുമേനിക്ക് മെത്രാൻ സ്ഥാനം നൽകിയത് ആര്? പത്രോസ് തൃതീയൻ പാത്രിയർക്കീസ് ആണ് അദ്ദേഹത്തിന് മെത്രാൻ സ്ഥാനം നൽകിയത്. ഇനിയും 17ാമത്തെ ചോദ്യം, ഞങ്ങളുടെ മനസ്സ് ദൈവത്തിൽ ലയിച്ചതുപോലെ തോന്നി ആര് പറഞ്ഞു? പരിശുദ്ധ പരിമല തിരുമേനിയുടെ വാക്കുകളാണ്. അദ്ദേഹത്തിന്റെ ഊർഷ്ലേം യാത്രയെക്കുറിച്ച് അദ്ദേഹം പിന്നീട് പറഞ്ഞ വാക്കുകളാണ്. ഇനിയും അടുത്ത ചോദ്യം, 18ാമത്തെ ചോദ്യം, പരിശുദ്ധനായ പരിമല തിരുമേനിയെ പരിശുദ്ധനായി പ്രഖ്യാപിച്ച തീയതി എന്ന്? 1947 നവംബർ 2-നാണ് പരിമല തിരുമേനിയെ അദ്ദേഹത്തിന്റെ 45-ാം ചരമവാർഷിക ദിനത്തിലാണ് അദ്ദേഹത്തെ പരിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കുന്നത്. 19ാമത്തെ ചോദ്യം, കൗമ എന്ന വാക്കിന്റെ അർത്ഥം? നിൽപ്പ എന്നാണ് കൗമ എന്ന വാക്കിന്റെ അർത്ഥം. ഈ 2-3 വാചകത്തിൽ ഉത്തരം എഴുതാനുള്ള ചോദ്യങ്ങളാണ്. 20ാമത്തെ ചോദ്യം, ദൈവീകരണം എന്നാൽ എന്ത്? ദൈവസ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപം മൂലം ദൈവസ്വരൂപം നഷ്ടപ്പെടുത്തിയിരിക്കുന്നതിനാൽ ആ ദൈവസാദൃശ്യത്തിലേക്ക് എത്തിച്ചേരുക എന്നതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. ഈ ആത്യന്തിക ലക്ഷ്യത്തെയാണ് ദൈവീകരണം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 21ാമത്തെ ചോദ്യം, ബ്രഹ്മവാർ ഭദ്രാസനത്തിന്റെ ഉത്ഭവം എങ്ങനെ?
ഗോവയിലെ കത്തോലിക്ക സഭയിൽപ്പെട്ട അന്റോണിയോ ഫ്രാൻസിസ് സേവ്യർ അൽവാറിസ് എന്ന വൈദികൻ റോമൻ കത്തോലിക്ക സഭയിലെ ചില കാര്യങ്ങളോടുള്ള അദ്ദേഹത്തിന്റെ എതിർപ്പിനെ തുടർന്ന് അദ്ദേഹം പൗരസ്ത്യ സഭകളെക്കുറിച്ച് മനസ്സിലാക്കുകയും അങ്ങനെ ഓർത്തഡോക്സ് സഭയുടെ ആത്മീയതയോട് അദ്ദേഹത്തിന് താല്പര്യമാവുകയും അങ്ങനെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ കൂടെ ഏതാണ്ട് 5000 കുടുംബങ്ങളും റോമൻ കത്തോലിക്ക സഭയിൽ നിന്നും ഓർത്തഡോക്സ് സഭയിൽ ചേരുകയും പിന്നീട് അദ്ദേഹത്തെ ഓർത്തഡോക്സ് സഭ മെത്രാപ്പോലീത്തയായി വാഴിക്കുകയും ചെയ്തു. പരമന തിരുമേനിയുടെ നേതൃത്വത്തിലായിരുന്നു അദ്ദേഹത്തിന് മെത്രാപ്പോലീത്ത സ്ഥാനം നൽകിയത്. റോമൻ കത്തോലിക്ക സഭയുടെ എതിർപ്പ് മൂലം അദ്ദേഹം ബ്രഹ്മവാറിലേക്ക് മാറി അവിടെ ഒരു ഭദ്രാസനം സ്ഥാപിക്കുക, അങ്ങനെ ആദ്യത്തെ ബാഹ്യ കേരള ഭദ്രാസനത്തിന്റെ ചുമതലക്കാരനായിട്ട് അദ്ദേഹം മാറ്റപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് നമുക്ക് ബ്രഹ്മവാർ ഭദ്രാസനം എന്ന നിലയിൽ ഒരു ഭദ്രാസനം ഉണ്ടാകുന്നതും ആദ്യത്തെ ബാഹ്യ കേരള മെത്രാപ്പോലീത്തയായിട്ട് അൽവാറിസ് മാർ യൂലിയോസ് മെത്രാപ്പോലീത്ത നിയമിതനാകുന്നതും. 22ാമത്തെ ചോദ്യം, കരപൂരണം എന്നാൽ എന്ത്? യാഗവസ്തു യജമാനന്റെ കയ്യിലേൽപ്പിച്ച് അത് തിരികെ വാങ്ങി യാഗപീഠത്തിൽ ദഹിപ്പിക്കുന്ന കർമ്മമാണ് കരപൂരണം എന്ന് പറയുന്നത്. 23ാമത്തെ ചോദ്യം, പ്രതിഷ്ഠാ പെരുന്നാളിന്റെ ഉത്ഭവം എങ്ങനെ? അന്ത്യോക്യസ് എപ്പിഫാനിയോസ് 4-ാമന്റെ കാലത്ത് യവനവൽക്കരണം ത്വരിതപ്പെടുത്തുന്നതിൽ അദ്ദേഹം വളരെയധികം ശ്രദ്ധ ചെലുത്തിയ വ്യക്തിയായിരുന്നു. അതിനെത്ര ക്രൂര മാർഗത്തെയും കൂട്ടുപിടിക്കുന്നതിൽ അദ്ദേഹം അടിച്ചിരുന്നില്ല. അങ്ങനെ BC 167 യെരുശലേം ദേവാലയം യവന ദേവനായ സിയൂസിന്റെ പേരിൽ നാമകരണം ചെയ്യുകയും അതിന്റെ ബലിപീഠത്തിൽ പന്നിമാംസം അർപ്പിച്ച് അശുദ്ധമാക്കുകയും ചെയ്തു. ഇതിൽ കോപിതരായ മുദീനിലെ പുരോഹിതനായ മത്തത്യാസും അദ്ദേഹത്തിന്റെ മക്കളും ഇതിനെതിരെ ഒരുപാട് കാലം പോരാടി. മത്തത്യാസിന്റെ കാലത്തിന് ശേഷം അദ്ദേഹത്തിന്റെ മകനായ യൂദാ മക്കാബിയസ് ഇതിന്റെ നേതൃത്വം ഏറ്റെടുക്കുകയും അങ്ങനെ BC 164 യെരുശലേം ദേവാലയം തിരികെ പിടിക്കുകയും അശുദ്ധമാക്കപ്പെട്ട ദേവാലയത്തെ ശുദ്ധീകരിച്ച് പുനഃപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു. ഇത് BC 164 കിസ്ലേവ് മാസം 15-ാം തീയതിയാണ്. ഇങ്ങനെ ശുദ്ധീകരിക്കപ്പെട്ട ഈ ദേവാലയത്തിന്റെ പുനഃപ്രതിഷ്ഠാ ദിവസം എല്ലാ വർഷവും അവര് ആചരിക്കത്തക്ക വിധം ഒരു പെരുന്നാളായി ആചരിച്ചു പോന്നു. ഈ പെരുന്നാളിനെയാണ് പ്രതിഷ്ഠാ പെരുന്നാൾ അല്ലെങ്കിൽ ഹനൂക്ക എന്ന പേരിൽ അറിയപ്പെടുന്നത്. 24ാമത്തെ ക്വസ്റ്റ്യൻ, സുനഗോഗ് ആരാധന ഉടലെടുത്തത് എങ്ങനെ? പ്രവാസകാലത്ത് അവർക്ക് ഇസ്രയേൽ ജനതയ്ക്ക് നഷ്ടങ്ങളുടെയും സംഘർഷത്തിന്റെയും ഒക്കെ കാലമായിരുന്നു. അവര് ദേവാലയ ആരാധനയും യാഗാർപ്പണവും ഒക്കെ ചെയ്തിരുന്ന ജനങ്ങൾ അതില്ലാതെ വന്നപ്പോൾ അവർക്ക് അവരുടെ മതജീവിതം വളരെയധികം ദുസ്സഹമായി മാറി. ദേവാലയം തകർക്കപ്പെട്ടതിന് ശേഷം അവർ ചില സ്ഥലങ്ങളിൽ ആരാധനയ്ക്ക് ഒത്തുകൂടുകയും ഒരു പുതിയ ആരാധനാ രീതി തുടക്കമിടുകയും ചെയ്തു. ഇങ്ങനെ അവർ ഒത്തുചേർന്ന സ്ഥലങ്ങൾ സുനഗോഗുകൾ എന്നറിയപ്പെട്ടു. അവിടെ യാഗാർപ്പണം ഇല്ലാതെയായി അവരൊത്തുചേർന്ന് പ്രാർത്ഥനകൾ ചൊല്ലി സങ്കീർത്തനങ്ങൾ പാടി യോഗ്യരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെക്കുറിച്ച് പ്രസംഗിപ്പിക്കുക, ഭക്ഷണമേശയിൽ ഒരുമിച്ച് പങ്കുചേരുക, അഹ്റോന്യ ആശീർവാദം എന്ന ആശീർവാദം പുരോഹിതന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ നടത്തുക, ഇങ്ങനെയുള്ള ഒരു രീതിയിലേക്ക് അവരുടെ ആരാധനാ രീതി മാറ്റപ്പെട്ടു. ഇങ്ങനെ പ്രവാസകാലത്ത് ഉരുത്തിരിഞ്ഞു വന്ന ഒരു ആരാധനാ രീതിയാണ് സുനഗോഗ് ആരാധന. ഇനിയും 25ാമത്തെ ചോദ്യം, പെസഹ വ്യാഴാഴ്ചയിലെ കൗമ പദ്യത്തിലും ഗദ്യത്തിലും ഉദ്ധരിക്കുക. പദ്യത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ, പെസഹായാൽ പെസഹാടിനെ നീക്കിയ മഷിഹ മോദി പീച്ചരുളുക കൃപ നിൻ പെസഹായാൽ. ഇതിന്റെ സുറിയാനിയും ഒന്ന് ഓർത്തു വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഇനി ഗദ്യത്തിൽ ഇതെങ്ങനെയാണ് എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട്. തന്റെ പെസഹായാൽ പെസഹായുടെ കുഞ്ഞാടിനെ നീക്കിയവനായ മഷിഹ നിന്റെ പെസഹായാൽ ഞങ്ങളെ സന്തോഷിപ്പിച്ച് ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നതാണ് ഇതിന്റെ അർത്ഥം. അപ്പൊ ഇത് രണ്ടുമാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. 26ാമത്തെ ചോദ്യം, ദുഃഖ ശനിയാഴ്ചയിലെ വിശുദ്ധ കുർബാനയുടെ 3 പ്രത്യേകതകൾ എഴുതുക. ദുഃഖ ശനിയാഴ്ച വിശുദ്ധ കുർബാനയിലെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് പറയേണ്ടത് അന്ന് പ്രധാന ത്രോണോസിലല്ല വിശുദ്ധ കുർബാന അർപ്പിക്കുക. കാരണം കുരിശ് അടക്കം ചെയ്തിരിക്കുന്ന ത്രോണോസിൽ കുർബാന അർപ്പിക്കാൻ പാടില്ലാത്തത് കൊണ്ടാണ് സൈഡിലുള്ള ത്രോണോസിൽ കുർബാന അർപ്പിക്കുന്നത്. ഇതിനുശേഷം നമ്മുടെ പെസഹ കുർബാനയുടെ പ്രത്യേകതകളെല്ലാം ഇതിന് ബാധകമാണ്. ഏവൻഗേലിയോൻ വായനകൾ അനാർഭാടമായിരിക്കും, സമാധാനാശംസ ഉണ്ടാവുകയില്ല, കൈകസൂരി കൊടുക്കത്തില്ല, അവസാനം കൈമുത്തില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് എഴുതുക. ഗീതങ്ങൾ എന്ന ഭാഗത്തിൽ വാഴ്വേറും നിർമ്മല കന്യക എന്ന ഗീതമാണ് ചോദിച്ചിരിക്കുന്നത്. അത് സ്ലീബ സന്ധ്യ നമസ്കാരത്തിലെ ഗീതമാണ്. അത് മുഴുവനായിട്ട് എഴുതുക. 28ാമത്തെ ചോദ്യം, സ്ലീബായുടെ കുക്കിലിയോനിലെ സങ്കീർത്തന ഭാഗം ഏത് ഗീതമാണ്? അതിന്റെ ആദ്യ വരി മാത്രം എഴുതുക. അതിന്റെ വേദപുസ്തക റെഫറൻസ് എഴുതുക എന്ന ചോദ്യമാണ്. വെല്ലും ശത്രുക്കളെ നിന്നാൽ ഞങ്ങൾ ഹാലേലുയ എന്നതാണ് സ്ലീബായുടെ കുക്കിലിയോനിലെ സങ്കീർത്തന ഭാഗത്തിന്റെ ആദ്യത്തെ വരി. ഇത് 44-ാം സങ്കീർത്തനം 5-7 വാക്യങ്ങളാണ്.
29ാമത്തെ ചോദ്യം പരിമല തിരുമേനിയെ സംബന്ധിച്ച ചോദ്യമാണ്. പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഉപവാസാദി വ്രതങ്ങൾ വിശദീകരിക്കുക. അദ്ദേഹത്തിന്റെ ഉപവാസാദി വ്രതങ്ങൾ എന്ന ഒരു ഹെഡിങ്ങിൽ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നോമ്പ് കാലങ്ങളിൽ അദ്ദേഹം 22:30 വരെ ഉപവസിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം ലഘുഭക്ഷണം മാത്രം ആണ് കഴിച്ചിരുന്നത്. അരയും വയറും നല്ലതുപോലെ ഒതുങ്ങത്തക്ക വിധത്തിൽ വീതിയുള്ള ഒരു അരക്കച്ച മുറുകെ ചുറ്റുന്ന പതിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. ശരീരത്തെക്കുറിച്ച് തീരെ ചിന്തിക്കാത്ത ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. എത്രമാത്രം ക്ഷീണിതനായിരുന്നാലും പ്രാർത്ഥന യഥാസമയങ്ങളിൽ നടത്തുക എന്നൊരു നിഷ്ഠ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ നൈർമല്യം കൊണ്ടും പ്രാർത്ഥനയുടെ സാഫല്യം കൊണ്ടും അന്യമതസ്ഥരുടെ ഭക്തി ബഹുമാനത്തിന് വരെ കാരണക്കാരനായി മാറിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. രോഗമുണ്ടായാൽ പോലും ചികിത്സിക്കുന്ന ഒരു പതിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല എന്നുള്ളൊരു വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ നോമ്പ് എടുത്ത് അദ്ദേഹത്തിന് ഇടയ്ക്കിടയ്ക്ക് അൾസർ വരുന്ന ഒരു പതിവുണ്ടായിരുന്നു. അത് മൂർച്ഛിച്ചാണ് അദ്ദേഹത്തിന് അന്ത്യം പോലും സംഭവിക്കുന്നത്. 30ാമത്തെ ചോദ്യം വേദപുസ്തക കാനോൻ രൂപീകരണത്തെക്കുറിച്ച് ചുരുക്കമായി വിശദീകരിക്കുക. കാനോനുകളെ കുറിച്ച് പറയുമ്പം പ്രധാനമായിട്ടും 2 ബൈബിൾ കാനോനുകളാണ്. ഒന്ന് പഴയ നിയമ കാനോന്, ഒന്ന് പുതിയ നിയമ കാനോനുകൾ. ഈ പഴയ നിയമ കാനോനിൽ ആദ്യകാലത്തുണ്ടായിരുന്നത് എബ്രായ ബൈബിൾ കാനോനാണ്. അതിൽ 39 പുസ്തകങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പിന്നീട് പ്രവാസാനന്തര കാലഘട്ടത്തിൽ യഹൂദന്മാരെ പല രാജവംശങ്ങളും കീഴടക്കുകയും അവരുടെ അധീനതയിൽ പല പ്രബല ശക്തികളുടെയും സ്വാധീനത്തിന്റെ ഉള്ളിലായി മാറുകയും ചെയ്തു. അങ്ങനെ യവന അധികാരത്തിന് കീഴിൽ താമസിച്ചിരുന്ന യഹൂദ ജനം പിൽക്കാലത്ത് എബ്രായ ഭാഷയിൽ നിന്ന് അകന്നു പോവുകയും പുതിയ തലമുറയ്ക്ക് ഗ്രീക്ക് ഭാഷ മാത്രം അറിയാവുന്ന ഒരു സ്ഥിതിയിലേക്ക് വരികയും ചെയ്തു. അപ്പോൾ പുതുതലമുറയ്ക്ക് ഒരു ന്യായപ്രമാണ പുസ്തകത്തിൽ നിന്നും അവരുടെ ആരാധനാ രീതികളിൽ നിന്നും മാറിപ്പോകുന്നത് ഭയപ്പെട്ട പഴയ തലമുറയുടെ ആശങ്ക പരിഗണിച്ച ടോളമി രണ്ടാമൻ ഫിലാഡൽഫസിന്റെ നിർദ്ദേശപ്രകാരം 70 72 വേദപുസ്തക പണ്ഡിതന്മാർ എബ്രായ ഭാഷയിൽ നിന്നുള്ള വേദപുസ്തകം ഗ്രീക്ക് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുകയും അങ്ങനെ പുതിയ സപ്തതി എന്ന പേരിൽ ഒരു പുതിയ വേദപുസ്തക ഭാഷാന്തരം നിലവിൽ വരികയും ചെയ്തു. എന്നാൽ ഈ പരിഭാഷയ്ക്ക് 7 പുസ്തകങ്ങൾ കൂടുതലായിരുന്നു. 46 പുസ്തകങ്ങളാണ് ഇവയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ പഴയ നിയമകാലത്ത് 2 കാനോനുകൾ നിലവിൽ വന്നു. ഒന്ന് പലസ്തീനിൽ ഉപയോഗിച്ച എബ്രായ ബൈബിൾ കാനോന്, 2 അലക്സാന്ദ്രിയയിൽ ഉപയോഗിച്ച ഗ്രീക്ക് ബൈബിൾ കാനോന്. ഇത് 2 പഴയ നിയമ കാനോനുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ്. പിന്നീട് ക്രിസ്തീയ സഭയുടെ മുന്നേറ്റത്തെ തകർക്കാനും ചെറുക്കുവാനും എന്ന ലക്ഷ്യത്തോടെ യഹൂദ റാബിമാരും മതപണ്ഡിതന്മാരും AD 90 ജാംനിയ എന്ന സ്ഥലത്ത് ഒരു കൗൺസിൽ ചേരുകയും അന്ന് അവിടെ വെച്ച് ക്രിസ്തീയ സഭ ഉപയോഗിച്ചുകൊണ്ടിരുന്ന അലക്സാന്ദ്രിയൻ കാനോൻ തിരസ്കരിച്ച് 39 പുസ്തകങ്ങൾ മാത്രമാണ് എന്ന് തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ ഗ്രീക്ക് പരിഭാഷയിൽ കൂടുതലായി വന്ന 7 പുസ്തകങ്ങൾക്ക് ഉത്തര കാനോനിക ഗ്രന്ഥങ്ങൾ എന്ന പേര് അവർ നൽകുകയും ചെയ്തു. പുതിയ നിയമ കാനോനുകളിൽ ക്രിസ്തീയ വിഭാഗങ്ങൾ എല്ലാവരും അംഗീകരിച്ചത് 27 പുസ്തകങ്ങളാണ്. പുതിയ നിയമ കാനോൻ രൂപീകൃതമായത് ക്രമാനുഗതമായ ഒരു അംഗീകാരത്തിലൂടെയാണ്. സഭയുടെ ആരാധനയിൽ വായിച്ച് പരിചിതമായി തീർന്നവ അംഗീകരിക്കപ്പെടുകയായിരുന്നു. 1-ാം നൂറ്റാണ്ടിന്റെ അവസാനമായപ്പോഴേക്കും പൗലോസിന്റെ ലേഖനങ്ങൾ, 4 സുവിശേഷങ്ങൾ, അപ്പോസ്തല പ്രവർത്തികൾ, മറ്റു ലേഖനങ്ങൾ, വെളിപാട് എന്നിവ എഴുതപ്പെട്ടു. 2-ാം നൂറ്റാണ്ടായപ്പോഴേക്കും ഇപ്പോഴുള്ള പുതിയ നിയമ പുസ്തകങ്ങൾക്ക് പുറമെ മറ്റു പല കൃതികളും പ്രചാരത്തിൽ വന്നു. എന്നാൽ ഈ കൃതികളിൽ സത്യോപദേശം ഉൾക്കൊള്ളുന്ന കൃതികളും അങ്ങനെയല്ലാത്ത വേദവിപരീതങ്ങളുടെ കൃതികളും പ്രചാരത്തിലുണ്ടായിരുന്നു. ഇത് വിശ്വാസികൾക്ക് ചിന്താക്കുഴപ്പമുണ്ടാക്കുമെന്ന അവസ്ഥയിലായപ്പോൾ ചില മാനദണ്ഡങ്ങൾ വെച്ച് ഓരോ പുസ്തകത്തെയും കാനോനിലേക്ക് ഉൾപ്പെടുത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ മാനദണ്ഡങ്ങളുടെ വെളിച്ചത്തിൽ ആദ്യം അംഗീകരിക്കപ്പെട്ടത് 4 സുവിശേഷങ്ങൾ, അപ്പോസ്തല പ്രവർത്തികൾ, പൗലോസിന്റേതായി കരുതപ്പെടുന്ന 13 ലേഖനങ്ങൾ എന്നിവയാണ്. മറ്റു കൃതികൾക്ക് വൈകിയും ക്രമാനുഗതവുമായിട്ടാണ് കാനോനിൽ പ്രവേശനം ലഭിച്ചത്. എബ്രായ ലേഖനം, യാക്കോബ്, യൂദ, വെളിപാട്, 1-2 പത്രോസ്, യോഹന്നാൻ 1-2 3 എന്നിവയൊക്കെ പിന്നീട് വൈകിയാണ് ഇതിലേക്ക് പ്രവേശനം ലഭിച്ചത്. ഇത്രയെങ്കിലും ആ എസ്സേയിൽ നിങ്ങൾ ഉൾപ്പെടുത്തുവാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയും ചോദ്യങ്ങളാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലുള്ളത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. നന്നായി പഠിച്ച് പരീക്ഷ എഴുതുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളുടെ പൊതു പരീക്ഷയാണ്. അപ്പോൾ നല്ല മാർക്ക് വാങ്ങിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.